ലച്ചു, പാർക്കുട്ടി, ശിവ, എല്ലാരും കൂടെ ഓടി വന്നേ. എടാ മുടിയാ, നീയൊക്കെ എവിടെ പോയി കിടക്കുക? കേശു, എല്ലാരും കൂടെ ഓടി വാ, ഒരു സന്തോഷാർത്ഥ ഉണ്ട്. നിങ്ങൾ രണ്ടാളും മാത്രം വന്നല്ലോ, ബാക്കിയുള്ളവരെവിടെ? എന്തെങ്കിലും തിന്നാനാണോ? തിന്നാനുള്ള കാര്യമെല്ലാം പറയാനാണോ അമ്മ വിളിച്ചത്? അങ്ങനെയാണെങ്കിൽ അവരോട് ആരോടും പറയണ്ട, ഞങ്ങൾക്ക് രണ്ടർക്ക് മാത്രം തന്നാ മതി. എന്റെ പൊന്നു മോനെ, നിനക്ക് ഈ തീറ്റ 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 എന്നുള്ള വിചാരം മാത്രമുള്ളടാ. അതൊന്നും അല്ല, വേറൊരു കാര്യമുണ്ട്. ആ കാര്യം പറയണമെങ്കിൽ നിങ്ങൾ എല്ലാരും വിളിച്ചിട്ട് തന്നെ, എങ്കിലേ അത് പറയുള്ളൂ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. അയ്യോ, അതെന്താ ഒരു ശബ്ദം കേക്കണേ? അയ്യോ, നിങ്ങളായിരുന്നാ? മനുഷ്യനെ പേടിപ്പിച്ച് കളയല്ലോ ദൈവമേ. ഇതുങ്ങളെ വിളി കേട്ട മനുഷ്യൻ പേടിച്ചു പോകും. എന്താണ്? സന്തോഷവാർത്തേ? എന്ത് സന്തോഷവാർത്ത? ചേച്ചിനോട് ഞങ്ങൾ ആദ്യം വന്നിട്ട് സന്തോഷവാർത്ത എന്താന്നല്ലേ പറയുള്ളൂ. ഞങ്ങൾക്ക് അറിയാൻ പാടാത്തോണ്ടല്ലേ അമ്മ പറഞ്ഞ എല്ലാരും കൂട്ടിക്കൊണ്ട് വന്നാലേ പറയുള്ളൂന്ന്. അതെന്താ ഇപ്പൊ സംഭവം? ഞാനൊന്നും വേണമെന്നില്ല, നിങ്ങൾ പോയി എന്താ ചോദിച്ചിട്ടോ. ഇതിപ്പോ വല്ലാത്ത ശല്യമായല്ലോ ദൈവമേ. ഞാൻ വരാം. ഇതെന്താ എല്ലാരും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ മൂന്ന് മാത്രം വന്നല്ല? അമ്മ എന്താ കാര്യം എന്ന് പറ. ഞങ്ങൾ മൂന്നുപേരും വന്നില്ലേ, ഇനിയെങ്കിലും പറ. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞ? എല്ലാരെയും കൂട്ടിക്കൊണ്ടുവാ, അപ്പ ഞാൻ പറയാം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പോയി എല്ലാരും കൂട്ടിക്കൊണ്ടുവാ. അമ്മ പാർക്കുട്ടി അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയേക്കോ. അവളിനി ഞാൻ അവിടെ ചെന്ന് വിളിച്ചിട്ട് വന്നോ? അത് ചിലപ്പോ വേണ്ടി വരും. നിങ്ങൾക്ക് കാര്യം അറിയണമെങ്കിൽ പോയി വിളിച്ചോണ്ടാ. ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ പോയി വിളിച്ചിട്ട് വാ. ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ സർപ്രൈസ് വേണ്ടത്, ചേച്ചിക്കും വേണ്ടേ? ചേച്ചിക്കും കേൾക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ പോയി വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോവാം, അല്ലാതെ ഞങ്ങൾ ഒറ്റക്ക് പോവില്ല. ചേടാ, ഇത് വല്ലാത്ത പാടാണല്ലോ. നിങ്ങൾക്കൊന്ന് പോയി വിളിച്ചോണ്ട് വരാൻ പാടേ പാർക്കുട്ടീനെയും മുടിയൻ ചേട്ടനെയും. നിങ്ങൾ പോയി വിളിച്ചിട്ട് വാ. ചേച്ചി അവിടെ ഇരിക്കട്ടെ, ചേച്ചിക്ക് വയ്യാത്തോണ്ടല്ലേ, ചേച്ചി കിടക്കുവല്ലായിരുന്നോ? നിങ്ങൾ പോയി വിളിച്ചിട്ട് വാ. ചേച്ചി വന്നില്ലെങ്കിൽ ഞങ്ങൾ പോവില്ല. എന്ത് കഷ്ടമാണ് നിലുമ്മ. അമ്മയുടെ പുന്നാര മക്കളല്ലേ, പോയി വിളിച്ചിട്ട് അമ്മ പറയണ കേക്ക്, അല്ലെങ്കിൽ അമ്മ എന്താ സർപ്രൈസ് എന്ന് പറയില്ലട്ടാ. ശരി, ഞങ്ങൾ പോയിട്ട് വരാം. പാവങ്ങള്. നിലുമ്മ, എന്താ നിലുമ്മ സർപ്രൈസ്? എന്റെ അടുത്ത് പറ, ഞാൻ അവരുടെ അടുത്ത് പറയൂല. അങ്ങനെ ഇപ്പേ നിന്നോട് മാത്രം പറയണില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് പറഞ്ഞ പോലെയായിരുന്ന. നിന്നെയൊക്കെ വിളിച്ചോണ്ട് വരാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവര് വരട്ടെ കേട്ടാ, എന്നിട്ട് എന്താ എല്ലാരോടും കൂടെ ഞാൻ പറയാം. ശരി. ഒന്ന് പൊയ്ക്കേടി, ഇവിടെ മനുഷ്യനോട് നല്ല സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴാ സർപ്രൈസ് പോലും. അതിനും മാത്രം ഇത്ര വലിയ സർപ്രൈസ് എന്താ? ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അമ്മ എല്ലാരും വന്നാലേ പറയുള്ളൂ എന്ന് പറഞ്ഞ. എന്തോ സന്തോഷാർത്ഥ ഉണ്ടെന്നാ പറഞ്ഞേ. ആണോ? വാ, എനിക്ക് പോയി നോക്കിട്ട് വരാം എന്താന്ന്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി പാർക്കുട്ടീനെ ഒന്ന് വിളിച്ചിട്ട് വരാം. മുടിയൻ ചായൻ ഇപ്പൊ പോയിക്കോ, ഞാൻ പാർക്കുട്ടീനെ വിളിച്ചിട്ട് വരാം. ശരി. പിടിച്ചേ 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 ഞാൻ ജയിച്ചേ ഞാൻ ജയിച്ചേ ഞാൻ ജയിച്ചേ. എന്റെ പൊന്നു പാർക്കുട്ടി, ഇത് ഞങ്ങളാ, വീട് ഞങ്ങളെ. ശിവ
ശശിയേട്ടനോ? നിങ്ങളെന്താ ഇവിടെ? അതെ, ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. എന്തിന്? ഞാനൊന്നും വരൂല. ഞാൻ ഇവിടെ എല്ലാരായിട്ട് കളിക്കുവാ. ചേച്ചി പോ ഇവിടുന്ന്. പാറക്കുട്ടി, ഞങ്ങളുടെ കൂടെ വാ. അമ്മക്കെന്താ സർപ്രൈസ് പറയാനുണ്ടെന്ന്. എന്തോ സന്തോഷ വാർത്തയാണോ പറഞ്ഞത്. വാ, എല്ലാരും കൂട്ടിക്കൊണ്ടുവന്നാലേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അതെന്ത് സർപ്രൈസാ? നമുക്ക് പുതിയ ടോയ്സ് വല്ലതും വാങ്ങിയിട്ടുണ്ടോ? പിന്നെ ടോയ്സാ? ലച്ചേച്ചിക്കും മുടിയൻ ചേട്ടനും എന്തിനാ ടോയ്സ്? പിന്നെന്ത് സർപ്രൈസാ? ഞങ്ങൾക്ക് അറിയില്ല, നീ വാ, നമുക്ക് പോയി നോക്കാം. ശരി എടി, ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ വരാട്ടോ. എന്തോ അമ്മക്ക് എന്തോ സർപ്രൈസ് പറയാനുണ്ടെന്ന്. ഞാൻ ഇപ്പൊ തന്നെ വരാവേ. ആടി, നീ പോയിട്ട് വെക്കം വാ, ഞങ്ങള് വെയിറ്റ് ചെയ്യാം. ഞാൻ പോയിട്ട് വരാവേ. ആടി, പോയിട്ട് വാ. അതെ നിലുമ്മ, എല്ലാരും വന്നല്ലോ. അമ്മ ഇനി കാര്യം എന്താന്ന് പറ. കാര്യം